പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷ സാധ്യത ശക്തമാകുന്നു. അമേരിക്കയുടെ ഭാഗം ചേരുന്നത് ഗൾഫ് രാജ്യങ്ങൾക്ക് ശക്തമായ മുന്നറിയിപ്പാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. ഇറാന്റെ താൽപര്യങ്ങൾക്കും തീരുമാനങ്ങൾക്കും പുറത്തുള്ള ക്രമീകരണങ്ങളുമായി ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പു നൽകാൻ കഴിയില്ല എന്നതാണ് ഇപ്പോൾ ഇറാന്റെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിൽ തായ്വാന്റെ ഒരു കണ്ടെയ്നർ കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണത്തിന് പിന്നാലെയാണ് ഇറാന്റെ പുതിയ മുന്നറിയിപ്പ്. കപ്പൽ ഗതാഗതവുമായി ബന്ധപ്പെട്ട ഏതൊരു പുതിയ ചട്ടക്കൂടും ഇറാനുമായുള്ള ഏകോപനത്തിലും നിലവിലുള്ള ധാരണാപത്രത്തിലെ വ്യവസ്ഥകളിലൂടെയും അടിസ്ഥാനത്തിലായിരിക്കണമെന്നും ഇവിടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇറാന്റെ സമ്മതമില്ലാതെ നടപ്പിലാക്കുന്ന ഏതൊരു തീരുമാനവും അംഗീകരിക്കാനാകില്ല എന്നും അത്തരം സാഹചര്യങ്ങളിൽ നിലവിലുള്ള സമാന്തര കപ്പലുകൾ അല്ലെങ്കിൽ കപ്പൽ പാതകൾ പിൻവലിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് രാജ്യം നീങ്ങുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇതോടുകൂടി തന്നെ ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷാ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര ആശങ്കകൾ വീണ്ടും ഉയരുകയാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതകളിൽ ഒന്നായ ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതത്തിന്മേലുള്ള തങ്ങളുടെ നിയന്ത്രണ അധികാരം ഇറാൻ വീണ്ടും ആവർത്തിക്കുന്നതിനിടയിലാണ് അമേരിക്കയും 6 ഗൾഫ് രാജ്യങ്ങളും സംയുക്തമായി തന്നെ ശക്തമായ പ്രതികരണം അറിയിച്ചിരിക്കുന്നത്. ഹോർമുസിലൂടെ കടന്നു പോകുന്ന കപ്പലുകളിൽ നിന്ന് ടോൾ ഈടാക്കുന്നതിനുള്ള ഇറാന്റെ നീക്കത്തെ അമേരിക്കയും ഗൾഫ് രാജ്യങ്ങളും തള്ളിക്കളഞ്ഞു. അന്താരാഷ്ട്ര സുപ്രധാന പാതകളിൽ നിയന്ത്രണങ്ങളിൽ ഇല്ലാതെ തന്നെ സ്വതന്ത്ര കപ്പൽ ഗതാഗതം ഉറപ്പാക്കണമെന്നതാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇതിനിടെ തന്നെ ഇറാൻ കപ്പലുകളെ തടയുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമായേക്കുമെന്നതാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് ആഗോള വ്യാപാരത്തിന്റെയും എണ്ണ വിതരണത്തിന്റെയും നിർണായക കേന്ദ്രമായതിനാൽ തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഏതൊരു സംഘർഷവും ലോക സമ്പദ് വ്യവസ്ഥയെയും അതുപോലെ എണ്ണ വിലയെയും നേരിട്ട് ബാധിക്കുമെന്നതാണ് ഇവിടെ ആശങ്ക ശക്തമാക്കുന്നത്. അമേരിക്ക, ഗൾഫ് രാജ്യങ്ങൾ, ഇറാൻ എന്നിവ തമ്മിലുള്ള നയതന്ത്ര ഏറ്റുമുട്ടൽ കൂടുതൽ ലക്ഷ്യമാകുന്ന സാഹചര്യത്തിൽ പശ്ചിമേഷ്യ വീണ്ടും അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുകയാണ് എന്നതാണ് വിലയിരുത്തുന്നത്. അന്താരാഷ്ട്ര നിരീക്ഷകർ നടത്തുന്ന അതിനിടയിൽ അത്തരത്തിലൊരു നിരീക്ഷണത്തിനിടയിൽ ഹോർമുസ് കടലിടുക്കിൽ തങ്ങളുടെ ഒരു കണ്ടെയ്നർ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായതായി തന്നെ തായ്വാൻ കമ്പനിയായ എവർഗ്രീൻ മറൈൻ സ്ഥിരീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അതായത് ഈ ഒരു കടലിടുക്കിൽ വെച്ച് ഒരു കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായതായും ഇറാൻ കണ്ടെയ്നർ കപ്പലിന് നേരെ വെടിയുതിർത്തതായും അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഈ ആക്രമണത്തെ തുടർന്നുകൊണ്ട് ഗൾഫ് മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന 100 കണക്കിന് കപ്പലുകളെയും 1000 നാവികരെയും ഒഴിപ്പിക്കാനുള്ള പദ്ധതി UN കപ്പൽ ഏജൻസി താൽക്കാലികമായി തന്നെ നിർത്തിവെച്ചു. ഒമാൻ തീരത്തിന് സമീപമാണ് ആക്രമണം നടന്നതെന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സംഭവത്തെ തുടർന്ന് വെള്ളിയാഴ്ച, അതായത് കഴിഞ്ഞ ദിവസം ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിൽ ഗണ്യമായ കുറവുണ്ടായതായി തന്നെ ഇവിടെ വ്യക്തമാക്കുന്ന ചില ഡാറ്റകൾ ഷിപ്പ് ട്രാക്കിംഗ് ഡാറ്റ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.